പ്രിയപ്പെട്ടവരെ നമസ്കാരം. എത്ര കോടി രൂപയുണ്ടായിരുന്ന കാര്യം, ഒരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ കൊണ്ടെന്താ കാര്യം? ഇനി എല്ലാവരും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവനവൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനും അതുപോലെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, അതും ബാഡാണ്. അപ്പോൾ എന്തായാലും അതേപോലത്തെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ 2017 എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൂടെ ജോലിക്ക് പോയി. ടൈൽസിൻ്റെ പണിയാണ്. അപ്പോൾ എനിക്ക് ടൈൽസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കാര്യമാണ്, എനിക്കറിയാത്തതാണ്. എന്ത് പണിയായാലും അതിന് ഒരു മാന്യതയുണ്ട്, തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ജോലിക്ക് പോയ ചില വീടുകളിലുള്ള കാര്യം ഞാൻ പറയട്ടെ. വളരെ പാവപ്പെട്ട വീടാണെങ്കിൽ വളരെയധികം നല്ല ഭക്ഷണമായിരിക്കും, അതെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പോൾ ഒരു ഉമ്മയും മോളും മാത്രം താമസിക്കുന്ന വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു ഭക്ഷണ രീതി പറഞ്ഞു തരാം. രാവിലെ പോയപ്പോൾ തന്നെ ചായയും എന്തെങ്കിലും നല്ല കടിയും ഉണ്ടാവും. ഉച്ചക്ക് ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ ചിക്കനും കറിയും ചോറുമായിരിക്കും. വൈകിട്ട് പഴംപൊരി അല്ലെങ്കിൽ പക്കുവട അല്ലെങ്കിൽ ഉള്ളിവട. ഇത് സ്ഥിരമായിട്ട് അവർ, അതുപോലെ രാവിലെ ഈ ചായ കഴിഞ്ഞിട്ട് പിന്നൊരു ചായയുണ്ട്, ചായയും കടിയും. ഒന്നുകിൽ പൂരിയായിരിക്കും അല്ലെങ്കിൽ ദോശയായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു 1-1.5 കഴിയുമ്പോൾ ചോറും ഉണ്ടാവുക. അപ്പോൾ ആ ഉമ്മേനെയും മോളെയും ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്നു. ഭയങ്കര അത്രയധികം നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവർ. അവർക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, എന്നും ആയുരാരോഗ്യ സൗഖ്യം, സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയ കാര്യം ഞാൻ പറയാം. ഇരിക്കൂർ. അദ്ദേഹം ഒരു മതപണ്ഡിതനാണെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച ഞങ്ങൾ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ തലേന്നത്തെ ചോറ് പോലത്തെ വല്ലാത്തൊരു മണം വരുന്ന പഴകിയ ചോറ് പോലത്തെ ഭക്ഷണം തരും. അതിൻ്റെ കൂടെ എന്നും ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല, കുത്തിയിട്ട് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് കുറച്ചെന്തോ മല്ലിപ്പൊടി എന്തോ ചെറുതായിട്ട് വിതറും. അങ്ങനെ ഈ ഒരാഴ്ചയും നമ്മൾ കഴിക്കാതെ രക്ഷയില്ല. അപ്പോൾ ആ അവസാനത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയ പിന്നെ അവിടെ പോയിട്ടില്ല. അതാണ് അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞ്. അതിൻ്റെ തലേത്തെ ദിവസം അവിടെ ഒരു ഭയങ്കര ഫംഗ്ഷൻ, എന്തോ ഒരു സൽക്കാരം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സൽക്കാരം നടക്കുന്നുണ്ട്, ആ ആഴ്ച പണിക്കോ ഒന്നും ആരെയും വിളിക്കില്ല. അങ്ങനെ അവിടെ സൽക്കാരം നടക്കുന്നുണ്ട്. അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ പഴംപൊരി, ഉള്ളിവട, പക്കുവട, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് പൊരിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയക്കൂറ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി, കൊഞ്ച് ബിരിയാണി, ഇങ്ങനെയുള്ള ബിരിയാണികൾ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീടാണെങ്കിലോ ഇങ്ങനെയുള്ള 2 സൺസൈഡും ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് അത്രയും അത് അടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞ്, അനിൽകുമാർ പുതിയാണ്ടി, അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മ വരട്ടെ. എന്തായാലും ഒരു 2017-18 ആ സമയത്താണ്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊതിച്ച് വായിലിങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അത്രയും സ്മെല്ലുകളിലേ വരുന്നത്. എന്നിട്ട് ഉച്ചക്ക് കൊണ്ടു തന്നത് ഈ ഒരു സാധനം തന്നെ, നമുക്ക് ഇതുവരെയും തന്ന അതേ സാധനം. ശരിക്ക് പ്രതീക്ഷയെല്ലാം പോയി. കരച്ചിലാണോ എന്താണെന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അത്രയും വളരെ മിസ്റ്റേക്കായ ഒരു ചോറും പിന്നെ അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കുത്തിക്കലക്കിയ അലസിയും ആണ് തന്നത്. ഞാനെന്തായാലും കഴിച്ചിട്ടില്ല, പിന്നെ അവിടെ പണിക്കും പോയിട്ടില്ല. അപ്പോൾ എന്തിനാണ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത്? എന്ത് കാര്യമാണ്? ഒരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് ഒരു 5 പേർക്കായാലും ഒരാൾക്കായാലും കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കോടികളോ അല്ലെ പൈസയോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ആദ്യം നിങ്ങളുടെ എല്ലാം മനസ്സ് നന്നാക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പറിയുക, വിശപ്പും ദാഹവും അറിയുക. ഇതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലൊരു മനസ്സും ബുദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.